വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രിറ്റാറ്റയാണ്. ഫ്രിറ്റാറ്റ ആൾ ഇറ്റാലിയൻ ആണ്. ഫ്രിറ്റാറ്റ എന്ന് കേട്ട് ഞെട്ടാനൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഓംലെറ്റൊക്കെ പോലെയുള്ള മുട്ട കൊണ്ട് തന്നെ തയ്യാറാക്കുന്ന ഒരു ഡിഷാണിത്. സാധാരണ വെജിറ്റബിൾസും ചീസും മീറ്റൊക്കെ വെച്ചാണിത് ചെയ്യുന്നത്. നമ്മളിവിടെ മീറ്റ് ചേർക്കുന്നില്ല, വെജിറ്റബിൾസും ചീസും ഒക്കെ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്രിറ്റാറ്റ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് ബ്രോക്കോളി, കാപ്സിക്കം, പൊട്ടാറ്റോ, ഒണിയൻ എന്നിവയാണ്. ഇവയൊക്കെ മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുറേശ്ശെ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മളിതിൽ ചേർക്കുന്ന പൊട്ടാറ്റോ ആദ്യം തന്നെ ഒന്ന് വേവിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് അരിഞ്ഞു വെക്കാൻ. പൊട്ടാറ്റോ ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കാപ്സിക്കം ഉപയോഗിച്ചിട്ടുള്ളത് 2 നിറത്തിലുള്ളതാണ്. നമ്മുടെ ഫ്രിറ്റാറ്റ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള ബെൽ പെപ്പേഴ്സ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി 2 സവാള കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. പച്ചക്കറികൾ അരിയുമ്പോൾ കുട്ടികൾ സാവധാനം അരിയണം. വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ വിരലിൽ കത്തി കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പതിയെ ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് നമ്മളിത് മുറിച്ചെടുത്താൽ മതി. തൊലിയൊക്കെ നീക്കിയിട്ടാണ് കേട്ടോ ഇത് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് ചീസ് വേണം. പ്രോസസ്ഡ് ചീസാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പാൽ വേണം. ഓഫ് കോഴ്സ് മുട്ടയും വേണം. മുട്ടകൾ ഓരോന്നായി പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത്ര വലിയ കുട്ടിയായിട്ടും മാസിന് പോലും മുട്ട പൊട്ടിച്ചൊഴിക്കാൻ അത്ര ശരിയായിട്ട് അറിയില്ല. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്കിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ശരിയായിക്കൊള്ളും. അമ്മമാർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ കുക്കിംഗ് വേഗം പഠിച്ചെടുക്കാനാവൂ. അപ്പോൾ ഇടയ്ക്കിടെ നിങ്ങൾ കിച്ചണിലൊക്കെ കയറി അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായി നിരീക്ഷിക്കുക. വലിപ്പ ചെറുപ്പമില്ലാതെ കുട്ടികൾ പാചകം പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ മാസിന് മുട്ടയിലേക്ക് പാല് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെജീസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് കാരമലൈസ്ഡ് ആയി കിട്ടാൻ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഓവർ കുക്ക്ഡ് ആകാൻ പാടില്ല കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഈ പാൻ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി നമ്മൾ ഫ്രിറ്റാറ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു പാനിലേക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ അടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിശ്രിതം ഈ വെജിറ്റബിൾസ് നിരത്തിയതിൻ്റെ മുകളിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചീസ്, നമ്മൾ നേരത്തെ മുട്ടയുടെ ഒന്നിച്ച് ചേർത്ത് ചീസിൻ്റെ ബാക്കി വരുന്ന കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിക്കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പിൽ ലോ ഫ്ലെയിമിലൊന്ന് തീ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പതിയെ ഒന്ന് വേവിച്ചെടുക്കാം. ഫ്രിറ്റാറ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമ വേണം കേട്ടോ. ചെറു തീയിൽ മെല്ലെ മെല്ലെ ഫ്രിറ്റാറ്റ വെന്ത് വരുന്നത് വരെ കാത്തു നിൽക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇത് വെന്തിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഒന്നുകിൽ ഈ പാൻ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രിറ്റാറ്റ പാൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിവശം കൂടി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മാസിൻ ഇവിടെ ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് പാൻ അതിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് തിരിച്ച് പാനിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു 10-20 സെക്കൻഡ് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രിറ്റാറ്റ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. മാസിൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. മാസിൻ ഉണ്ടാക്കിയ റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ട് അനിയനും അനിയത്തിമാർക്കൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കഴിച്ചു നോക്കി, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൂസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ സ്നേഹാശംസകൾ. താങ്ക് യു.